World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. കുത്തകയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടൊരു കുത്തകയൊന്നും കൊടുത്തിട്ടില്ല. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഴിമതി പുറത്ത് കൊണ്ടുവരാനുള്ള അവകാശം, ഇതൊന്നും കുറച്ചു പേർക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. സത്യം പറയാനും സംസാരിക്കാനും അവനവൻ്റെ ഒപ്പീനിയൻ പറയാനുമുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. പൈസയുടെ എണ്ണവും വികസനമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്, ഒരു ബന്ധവുമില്ല. പൈസ ഒരു കണക്കാണ്. ആ കണക്ക് അത്രയും കൺസംഷൻ നടന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാനിപ്പോൾ ഒരു എന്താ 5 കോടിക്ക് ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ വികസനമാവുമോ? കിണർ കുഴിക്കാൻ 5 കോടി വേണ്ടെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ 5 കോടിയുടെ കിണർ കുഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ആക്സെപ്റ്റ് ഇറ്റ്? ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 5 കോടിയുടെ വർക്ക് അവാർഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർവിഷന് വേണ്ടി ഗ്രാജുവേറ്റ് ലെവലിലുള്ള 2 എഞ്ചിനീയേഴ്സ് വേണം. അങ്ങനെ എന്ത് വേണം? അതിൽ കൂടുതൽ തുകയുടെ ആണെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്ക് ടെൻഡർ ഔട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ എഞ്ചിനീയർമാർ സത്യത്തിൽ കിട്ടില്ല. എത്ര സിവിൽ എഞ്ചിനീയേഴ്സ് വേണം, എത്ര ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വേണം? അവരുടെ ഷോർട്ടേജ് ഉണ്ടാവില്ലേ ഇവിടെ? യഥാർത്ഥത്തിൽ ഇവരെ ജോലിയില്ലാതെ നാട് വിടുകയും ചെയ്യാണ്. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് റോങ്? ആക്ച്വലി ഇവരെ എല്ലാവരും കടലാസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിനാദ്യം തന്നെ. രണ്ടാമത്, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പുസ്തകം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകം ഓടിച്ചിട്ടൊന്ന് വായിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. വായിച്ച് തീർക്കാൻ സാധിച്ചില്ല. പക്ഷേ ഉള്ളത് പറയാമല്ലോ, ദിസ് ഈസ് റിയലി റിച്ച് വിത്ത് സോ മച്ച് ഇൻഫർമേഷൻ. ശ്രീ ബിജു പ്രഭാകർ ഇരുന്ന അനവധി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നമ്മൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഓർത്തെടുത്ത് വെച്ചല്ലോ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഒരു നെറേറ്റീവായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. ദാറ്റ്സ് റിയലി ഫിനോമിനൽ. ഈ ഒരു പുസ്തകം ഒരുപക്ഷെ ഇതിൽ കൂടുതൽ നല്ലൊരു വേദി, നല്ലൊരു ആപ്റ്റായിട്ടുള്ള പ്രകാശനം നടക്കുമെന്നും എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്തിരുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇവിടെ നമ്മുടെ ഒപ്പം ഉള്ളത്, ഹേമേന്ദ്രൻ സാറും അനന്തകൃഷ്ണൻ സാറും. കാരണം നമുക്ക് എന്തും കണ്ണടച്ച് ധൈര്യമായിട്ട് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് അന്ന് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വൈസ് കിട്ടാൻ സാധ്യതയുള്ള ഈ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള ദേ ആർ ദ പീപ്പിൾ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദേ ആർ ബീങ് യൂട്ടിലൈസ്ഡ്. ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. ഇന്ന് ഈ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോഴും ഇതിൽ വെട്ടിത്തുറന്ന് അല്ലെങ്കിൽ തുറന്ന് പറയുന്ന പല സത്യങ്ങളും കാണാം. എന്തിനാണ് ഒരു ബ്യൂറോക്രാറ്റ് ഇതൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞുകൂടെ, അങ്ങനെ പലവിധ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫണ്ടമെൻ്റൽ ഒരു പ്രിമൈസ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ട്രാൻസ്പെറൻസി എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല, അപ്പോൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു, ഇത് ഒരു ലോജിക്ക് വേണ്ടേ? സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിന് മൈ പെറ്റ് തീം. ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സംസാര സ്വാതന്ത്ര്യം ഒരു സിവിൽ സർവൻ്റ് ആയതുകൊണ്ടോ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ടോ നഷ്ടപ്പെടുന്നില്ല. ആകെ ഉള്ളത് അത് യൂണിഫോം ജോബിലുള്ള ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും അറിയാം. ആർട്ടിക്കിൾ 33 പ്രകാരം ഭരണഘടനയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അഡീഷണൽ ആയിട്ടുണ്ട്. അത് യൂണിഫോം ജോബിലാണ്, പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഉള്ളതാണ്. അല്ലാതെ നമ്മളെ ദേശസുരക്ഷയായിട്ടോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമോ ഇതൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിലും തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു മേഖല ഒഴിച്ച് പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അത് പോലീസിൻ്റെ കീഴിലുണ്ട്, എക്സൈസിൻ്റെ കീഴിലുണ്ട്. അവിടെ വരുന്ന ഒരു ഇൻഫർമേഷൻ ഒഴിച്ച് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കാര്യവും ആരും അറിയേണ്ടതായിട്ട് അല്ലെങ്കിൽ അറിയാൻ പാടില്ലതായിട്ട് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ലൈവ്. എല്ലാ മീറ്റിങ്ങുകളും സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാ ഫയലുകളും തുറന്നു വയ്ക്കാവുന്നതാണ്. എന്താണ് ഇതിനകത്ത് രഹസ്യം? പക്ഷേ നമ്മളെല്ലാം മൂടി വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഇതുപോലുള്ള പുസ്തകങ്ങളുടെ റെലവൻസ്. സിസ്റ്റമോട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതുമ്പോൾ അതിനകത്തും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വിവരാവകാശം എന്ന ടൂൾ ഉപയോഗിച്ച് ഇൻഫർമേഷൻ പുറത്തെടുക്കാൻ ഉള്ള ഒരു ശ്രമം. ഹൗ പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്. ജനങ്ങളുടെ കയ്യിലേക്ക് ഇൻഫർമേഷൻ കിട്ടാതെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കില്ല. തെരഞ്ഞെടുപ്പായാലും ശരി, ഏത് തീരുമാനം എടുക്കുന്നതാണെങ്കിലും ശരി, യു നീഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ തടഞ്ഞു വെച്ചിട്ട് ജനങ്ങൾ മണ്ടന്മാരാണ്, കഴുതകളാണ് എന്നൊക്കെ പറയുന്നതിൽ പരം വിവരക്കേട് വരാറുണ്ട്. യു ഗിവ് ദം ഇൻഫർമേഷൻ. ഇവിടെ ഈ ഒരു പുസ്തകത്തിലൂടെ
ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്ന പല തോന്നിയാസങ്ങളെന്ന് തന്നെ പറയാം. ഞാനും കണ്ടിട്ടുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റുള്ള പല കഥകളുമുണ്ട്. ചില നല്ല കാര്യങ്ങളുമുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസിഡൻറ്റ് ഇതിനകത്ത് കാരുണ്യ ലോട്ടറി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അന്ന് ആന്ധ്രയിലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, നമ്മുടെ ബാബു അഹമ്മദ് സാർ എൻ്റെ സ്കൂൾ സീനിയറും കൂടാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ആരോഗ്യശ്രീ ട്രസ്റ്റ്. അതവിടെ തുടങ്ങിയ കഥയും രസമാണ്, അത് മറ്റൊരു അവസരത്തിൽ പറയേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു ചർച്ചയൊക്കെ നടത്തി. അന്ന് ഞാനും അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, ഇഫ് യു റിമെമ്പർ. ആൻഡ് ഹൗ ഇറ്റ് ട്രാൻസ്ഫോംഡ് കേരള. ഇവിടെ എത്ര പേർക്ക് അത് ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്തൊരു ഉദ്യോഗസ്ഥൻ കൂടെയാണ്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. അപ്പം കുറ്റം പറയാനും ഇടിച്ചു താഴ്ത്താനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുള്ള ഒരു സമൂഹമാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്. നമുക്കറിയാം, ഈ ഞണ്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താൽ അതിൻ്റെ മേലെ മൂടി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്. കപ്പലിൽ കയറ്റി വിട്ടാൽ മതി, ഇവിടുന്ന് കയറ്റി വിടുന്ന ഞണ്ടെല്ലാം സുരക്ഷിതമായിട്ട് യൂറോപ്പിലെത്തും. കാരണം ഒരു ഞണ്ടെങ്കിലും പുറത്തിറങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഞണ്ട് താഴെ വലിച്ചിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ മേലെ കവർ ഇടേണ്ട കാര്യമില്ല, എണ്ണം കറക്റ്റ് അവിടെ എത്തുമെന്ന് പറയാറുണ്ട് മലയാളി ഞണ്ടുകളെ കുറിച്ച്. അപ്പോൾ അതുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോൺട്രിബ്യൂഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ, നീ ആരാടാ ഇതൊക്കെ ചെയ്യാൻ, ഇതിനിവിടെ ആൾക്കാരുണ്ട് എന്നൊരു നെറേറ്റീവ് കൂടെ ഉണ്ട്. ഐ തിങ്ക് വി നീഡ് ടു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദിസ് വെരി ക്ലിയർലി. നമ്മൾ കുത്തകയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടൊരു കുത്തകയൊന്നും കൊടുത്തിട്ടില്ല. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഴിമതി പുറത്ത് കൊണ്ടുവരാനുള്ള അവകാശം, ഇതൊന്നും കുറച്ചു പേർക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. സത്യം പറയാനും സംസാരിക്കാനും അവനവൻ്റെ ഒപ്പീനിയൻ പറയാനുമുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് ചിലർ കുറച്ച് അധികം വിനിയോഗിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കുറച്ചധികം വിനിയോഗിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ ആരും ആയിക്കോട്ടെ, നമ്മൾ IAS ആരൊന്നുമല്ല, എനിബഡി ഇൻ ദ ലൈൻ, അവർക്ക് സംസാരിക്കാനും പുറത്ത് ഇൻഫർമേഷൻ വെക്കാനുമുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാറും, ജനങ്ങൾ തിരിച്ചറിവ് വരും. നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ഇത്ര കോടിയുടെ വികസനം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം വികസനം എന്നാണ്. വികസനം പൈസയുടെ എണ്ണവും വികസനമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്, ഒരു ബന്ധവുമില്ല. പൈസ ഒരു കണക്കാണ്, ആ കണക്ക് അത്രയും കൺസംഷൻ നടന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാനിപ്പോൾ ഒരു 5 കോടിക്ക് ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ വികസനമാവുമോ? കിണർ കുഴിക്കാൻ 5 കോടി വേണ്ടെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ 5 കോടിയുടെ കിണർ കുഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ആക്സെപ്റ്റ് ഇറ്റ്? ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ബിജു പ്രഭാകറിൻ്റെ പുസ്തകത്തിനകത്ത് പലതും ആ ഒരു ആസ്പെക്റ്റ് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. കണക്കിലെ കളികളാണ്. ജസ്റ്റ് ഒരു ഫിഗർ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കരുത്. ഒരു വെറുതെ വേറൊരു സിമ്പിൾ ഇത് പറയാം. നമ്മൾ PWDയിൽ വർക്ക് കോൺട്രാക്ട് ചെയ്യുമ്പം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണേ, കാരണം PWD ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പല്ല. നമ്മളിപ്പോൾ 2-5 കോടിയുടെ വർക്ക് അവാർഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർവിഷന് വേണ്ടി ഗ്രാജുവേറ്റ് ലെവലിലുള്ള 2 എഞ്ചിനീയേഴ്സ് വേണം, അങ്ങനെ എന്ത് വേണം. അതിൽ കൂടുതൽ തുകയുടെ ആണെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്ക് ടെൻഡർ ഔട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ എഞ്ചിനീയർമാർ സത്യത്തിൽ കിട്ടില്ല. എത്ര സിവിൽ എഞ്ചിനീയേഴ്സ് വേണം, എത്ര ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വേണം, അവരുടെ ഷോർട്ടേജ് ഉണ്ടാവില്ലേ ഇവിടെ? യഥാർത്ഥത്തിൽ ഇവരെ ജോലിയില്ലാതെ നാടുവിടുകയും ചെയ്യാണ്. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് റോങ്? ആക്ച്വലി ഇവരെ എല്ലാവരും കടലാസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നില്ല, സൂപ്പർവിഷൻ നടക്കുന്നില്ല. സൂപ്പർവിഷൻ ഉണ്ടെങ്കിലല്ലേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ കടലാസിൽ മാത്രം നടക്കുന്ന ഒന്ന് ഈ എമൗണ്ട് ഓൾസോ, ഈ എമൗണ്ടും അവിടെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. ദർ വേരിയസ് വേസ് ഓഫ് വെരിഫൈങ്. ഇപ്പം ഇങ്ങനെ 2 പേരെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതോ അല്ല, ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഇൻഫർമേഷൻ മാക്സിമം പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടുകൊടുക്കാൻ, അത് ആ ഇൻഫർമേഷൻ ഭയപ്പെടാതെ ഇരിക്കാനൊക്കെ ഉള്ളൊരു കൾച്ചറിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. അതിനൊരു വലിയ തുടക്കമായിരിക്കും ഈ പുസ്തകം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഭാവിയിൽ ഒരുപക്ഷെ ഇത്ര എന്താ പറയുക, എല്ലാവരും ചോദിക്കുന്നുണ്ട് നേരത്തെ എഴുതിക്കൂടായിരുന്നു എന്നൊക്കെ. ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. പക്ഷേ ഞാൻ പറയാം, നേരത്തെ എഴുതാം, ആർക്കും എഴുതാം. പക്ഷേ ഇറ്റ് ഈസ് ഹിസ്, ഓരോരുത്തർക്കും പേഴ്സണൽ ചോയ്സാണ്. നേരത്തെ എഴുതണം തോന്നുന്നവർക്ക് നേരത്തെ എഴുതാം, ലൈവായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ആ ഒരു കൾച്ചറിലോട്ട് പോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇൻഫർമേഷൻ ഷുഡ് ഫ്ലോ, ഭയപ്പെടാതെ. ആൾക്കാർ എന്തിന് ഇൻഫർമേഷനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്
നമ്മൾ ചോദിക്കേണ്ട ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഇത്രയും വിവരം നമുക്ക് പുറത്ത് കിട്ടുമ്പം ഇത് മാധ്യമങ്ങൾക്കും ഒക്കെ കുറേ ലീഡ്സാണ്. ഇത് എത്ര സ്റ്റോറികൾക്കുള്ള, എത്ര ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനുള്ള കണ്ടന്റാണ് ഇതിനകത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ പല വിജിലൻസ് കേസുകൾക്കുള്ള വകുപ്പുമുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ആ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ. പക്ഷേ ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു ഗുഡ് ആൻഡ് ബാഡ് ഓർ എല്ലാം ഗ്രേ ആണ്. ഈ അഴിമതി ഇല്ലാത്തൊരു ലോകമോ അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ലോകമൊന്നും ഉണ്ടാവുന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ നേച്ചർ ഓഫ് അഴിമതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ഓഫ് അഴിമതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കേരളത്തിൽ നമ്മൾ ഒരുപക്ഷെ കാണുന്ന കൈൻഡ് ഓഫ് അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ അല്ലെങ്കിൽ മാർജിൻ ബേസ്ഡ് അഴിമതിയാണ്. നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഒരു റോഡ് പണി നടക്കുമ്പോൾ അതിനകത്തുനിന്ന് കമ്മീഷൻ അല്ലെങ്കിൽ ഈ കട്ട് പെർസെൻറ്റേജ്, എന്ത് വർക്ക് നടക്കുമ്പോഴും ഒരു പെർസെൻറ്റേജ് എടുത്തു പോവുകയാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും കുറച്ചുകൂടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എക്സ്പോഷർ ഉള്ളവർക്ക് അറിയാം, അവിടെ ഒരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു വാല്യൂ ക്രിയേഷൻ ആണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഒരു റോഡ് പണിയുമ്പോൾ റോഡ് കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് പിഴിയുന്നതിന് പകരം അവരൊരു പക്ഷേ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അതിൻ്റെ ചുറ്റുമുള്ള വർക്കും മറ്റുമൊക്കെ നോക്കും. അവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത് നോക്കും. അതിൽ നിന്നൊരു കട്ടാണ് എടുക്കുന്നത്. വിച്ച് മീൻസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ ആണ്. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ കറപ്ഷൻ. നല്ല കറപ്ഷൻ ചീത്ത കറപ്ഷൻ ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷേ ദാറ്റ് ഈസ് ഒരു കൈൻഡ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് പോലത്തെ ഒരു കളിയാണ്. അത് എയർപോർട്ട് വരുമ്പോഴും ഒക്കെ അതിൻ്റെ ചുറ്റുമുള്ള ഭൂമി എടുക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറ്റം പറയാമെങ്കിലും നമ്മൾ ആ വർക്കിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കുന്നില്ല എന്ന് ദയവ് ഇത് മനസ്സിലാക്കണം. അവരുടെ ആ ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ കൊണ്ട് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. നല്ലതോ ചീത്തയോ അതവിടെ നിൽക്കട്ടെ, പക്ഷെ നിലവിൽ ഒരു വർക്ക് നടക്കുമ്പോൾ അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും പൊളിയുന്ന റോഡുകളും ഒക്കെയാണ് നമുക്ക് കിട്ടുക. മലയാളി ഡിസേർവ്സ് ബെറ്റർ. ഒരു ഇത്രയും പ്രബുദ്ധതയുണ്ടെന്ന് അവകാശപ്പെടുന്ന നമുക്ക് വി നീഡ് ബെറ്റർ തിങ്സ്. ഇപ്പോൾ ഓരോ സെക്ടറിനകത്തും ഈ പുസ്തകത്തിൽ നോക്കി ഹെൽത്ത് എടുത്താലും എല്ലാത്തിലും വളരെ നഗ്നമായിട്ടുള്ള കുറേ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് നമ്മൾ ഇത്രയും ആഘോഷിക്കുന്ന ഹെൽത്ത് ശരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഓൾമോസ്റ്റ് 70% ആണ്. 70% എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് നമ്മുടെ തന്നെ ആരോഗ്യം സംരക്ഷിച്ച് നിൽക്കുകയാണ്. നിങ്ങളങ്ങനെ സംരക്ഷിച്ച് ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുമ്പം സർക്കാരും ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരും ഫ്രണ്ടിൽ കയറി വന്ന് നിന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ ആരോഗ്യം അടിപൊളിയാക്കി തന്നു, എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ജീവിയെ പോലെയാണ്. ആൻഡ് പീപ്പിൾ ആർ ഓക്കെ വിത്ത് ഇറ്റ്. കാരണം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ദാറ്റ് 70% എക്സ്പെൻഡിച്ചർ നിങ്ങളുടെയാണ് നടക്കുന്നതെന്ന്. ജസ്റ്റ് 30%. പോട്ടെ, വിശ്വാസ്യത, ഒരു ആശുപത്രിയുടെ വിശ്വാസ്യത അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാത്ത ഒരു കാര്യം എന്താണ്? സ്വന്തം കുട്ടിയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ്. ഒരു ജനനം, ഒരു ഡെലിവറി നടക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സൗകര്യം കൊടുക്കാൻ ശ്രമിക്കും. കേരളത്തിൽ 70% ഡെലിവറിയും എല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് ഇവിടെ. അതിൽ 70% ഡെലിവറിയും പ്രൈവറ്റ് ആശുപത്രികളിലാണ്. വാട്ട് ഡസ് ദാറ്റ് ഷോ? ആകെ 30% പേർക്ക് ആ ശേഷിയില്ലാത്ത പാവങ്ങൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. 70% ഇറ്റ് ഷോസ്. അതൊരു വലിയ ഇൻഡിക്കേറ്ററാണ് പൊതുജനം എങ്ങനെയാണ്, എത്രത്തോളം വിശ്വാസ്യത കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൗ മച്ച് ദേ ട്രസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്.